കാറ്റും കോളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി വന്നെന്നിരിക്കും. തിരമാലകൾ പോലെ ഒരു തിരമാല പോയിട്ട് അടുത്ത തിരമാല ഇത് പോയി തിരിച്ചു വരുന്നതിനെക്കാട്ടും മുമ്പേ അടുത്തത് വന്നെന്നിരിക്കും. ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ഒരു പ്രാണനെ തണുപ്പിക്കുന്ന ആ ഒരു അനുഭവം നമ്മൾക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. കഷ്ടങ്ങൾ വരുമ്പോൾ കഷ്ടത്തിന് ഹല്ലേലൂയ ദയവ് ചെയ്ത് പറയാതിരിക്കുക. കഷ്ടങ്ങൾ പിന്നെയും ഒക്കെ ട്രെയിൻ പിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ സ്ഥിരത കാണിക്കാൻ ദൈവം നിങ്ങൾക്ക് വിവേകവും വിശ്വാസവും തരട്ടെ. അത്യുന്നതന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അത്യുന്നതൻ ജഡം ധരിച്ചെത്തിയ മനുഷ്യനായി വന്ന നസ്രയനായ യേശുവിൻ്റെ സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് ബൈബിളിലെ ദൈവം ഏകദൈവമാണ്. സത്യ ഏകദൈവത്തിന്റെ നാമത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 94-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ കാണിച്ചു തരുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള കംഫേർട്ടിനെ കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ, എൻ്റെ ഉള്ളിലെ ചിന്തകളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നതാണ് ഈ ഒരു വചനം കാണിച്ചു തരുന്നത്. എൻ്റെ ഉള്ളിലെ ചിന്തകളുടെ ബഹുത്വം, എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വം എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ചിന്തകളൊന്നുമല്ല, ഒന്നോ രണ്ടോ പ്രശ്നങ്ങളോ ഒന്നുമല്ല, ഒരുപാട് പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന സങ്കീർത്തനക്കാരനാണ് പറയുന്നത് എൻ്റെ ഉള്ളിലെ ചിന്തകൾ ഒരുപാടാണ്. In the multitude of my anxieties, your comfort give joy to my soul. In the multitude of my anxieties, പലവിധമായ പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഭയങ്കരമായ ആങ്സൈറ്റീസ്. ഒന്നിനു പുറകെ ഒന്നായിട്ട് പല പ്രശ്നങ്ങൾ വരുമ്പോൾ പലതരത്തിലുള്ള വിചാരങ്ങളാണ് നമ്മളെ കീഴ്പ്പെടുത്താൻ വേണ്ടി നമ്മുടെ മനസ്സ് തരുന്നത്. അപ്പോൾ ഇത്തരം അവസ്ഥകളിൽ കൂടി കടന്നു പോകുമ്പോൾ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നിന്റെ ആശ്വാസങ്ങൾ, നിന്റെ വചനങ്ങൾ എന്നെ തണുപ്പിക്കുന്നു. വെറും ഒരു ആശ്വാസമല്ല, എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരു ഭീതിയിൽ നിന്നും ആ ഒരു ആങ്സൈറ്റിയിൽ നിന്നുമൊക്കെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കുന്നു എന്നതാണ് ഈ ജോയ് ടു മൈ സോൾ അല്ലെങ്കിൽ പ്രാണനെ തണുപ്പിക്കുന്നു എന്ന് ഉള്ള ആ ഒരു ഫ്രേസ് കൊണ്ട് സങ്കീർത്തനക്കാരൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഭയങ്കരമായിട്ടുള്ള കഷ്ടപ്പാടുകളിൽ കൂടി പലർക്കും കടന്നു പോകേണ്ടതായിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുമ്പോഴായിരിക്കും ജോലിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ ജോലി പോകുന്നത്. അന്നേരപ്പോഴായിരിക്കും ശരീരത്തിന് ആസ്വാസ്ഥ്യം വരുന്നത് അല്ലെങ്കിൽ വീട്ടിലൊരാൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടാകുന്നത്. അപ്പോഴായിരിക്കും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്, കുടുംബത്തിൽ വഴക്കുണ്ടാകുന്നത്. പലതരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അടിക്കടിയൊക്കെ വരുമ്പോൾ നമ്മളൊക്കെ അടിമപ്പെട്ടു പോകുന്ന ഒരു കാര്യമാണ് ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഇതുപോലത്തെ അവസ്ഥകളിൽ, ഇത്തരം അവസ്ഥകളിലും നമ്മളുടെ പ്രാണനെ തണുപ്പിക്കാൻ ദൈവത്തിന് കഴിയും എന്നതാണ് ഈ ഒരു വചനം നമ്മളെ കാണിച്ചു തരുന്നത്. ബൈബിൾ നമ്മളെ കാണിക്കുന്നത് ഇത്തരം അവസ്ഥകളിൽ കൂടിയൊക്കെ നമ്മൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുമെങ്കിലും ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മോചനം ലഭിക്കാൻ, നമ്മൾക്ക് ശാന്തി പകരാൻ, നമ്മുടെ പ്രാണനെ തണുപ്പിക്കാൻ കഴിയുന്ന ഒരാളാണ് നസ്രയനായ യേശു എന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ യാക്കോബിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പലവിധമായ കഠിന പരീക്ഷണങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ശോധനയെ അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയെ ശോധന ചെയ്യാൻ വേണ്ടി ഉള്ളതാണ് ഇതെന്ന് കരുതി നിങ്ങൾ അത്യധികം സന്തോഷിക്കുക എന്നതാണ്. കൗണ്ട് ഇറ്റ് ഓൾ ജോയ് എന്നാണ് പറയുന്നത്. പലവിധമായ കഠിന പരീക്ഷണങ്ങൾ, ഒരേ സമയം പല തരത്തിലുള്ള കഠിന പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇത് ആ ഒരു കഠിന പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുന്നത് കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ ശോധന ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സിറ്റുവേഷനാണ് എന്ന് കരുതി, വിശ്വാസം ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ച വെക്കാനുള്ള ഒരു അവസരമാണ് എന്ന് കരുതി അത് കാണിച്ചു കൊടുക്കാനുള്ള ആവേശം നിങ്ങൾ കാണിക്കുക എന്നതാണ് പറയുന്നത്. പലരും ഇതിനെ ഈ ഒരു വചനത്തെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടമൊക്കെ ദൈവം തരുമ്പോൾ അതിൽ വളരെയധികം സന്തോഷിച്ച് ഹല്ലേലൂയ പറയുക എന്നതൊക്കെയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ആ ഒരു വചനം ഇതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ സാത്താൻ നമ്മുടെയൊക്കെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കും, വിശ്വാസത്താൽ ഞാനിതൊക്കെ തരണം ചെയ്യും എന്നത് മനസ്സിലാക്കി അത് കാണിക്കാനുള്ള ആവേശം, ആ ഒരു സന്തോഷം നിങ്ങൾ കാണിക്കുക എന്നത് തന്നെയാണ്. പലവിധമായ കഠിന പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് വിശ്വാസം ഏറെ ഉണ്ടെങ്കിലും അതൊക്കെ ചോർന്നു പോകാനുള്ള
അവസരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ളൊരു ചാൻസ് ഉണ്ട് എന്നതും, അതേസമയം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മധ്യേ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുമ്പോൾ അവിശ്വാസം ഒരിക്കലും ചോർന്നു പോകത്തില്ല എന്നതും കാണിക്കുന്ന, ഈ രണ്ട് കാര്യങ്ങളും കാണിക്കുന്ന ഒരു വേദഭാഗം ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാം. മർക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 35-ാമത്തെ വാക്യം മുതലുള്ള ഈ ഒരു വാക്യം എന്ന് പറയുന്നത്, ഈ ഒരു വേദഭാഗം എന്ന് പറയുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരുമൊത്ത് ബോട്ടിൽ പോകുന്ന ഒരു വേദഭാഗമാണ്. വളരെയധികം സുപരിചിതമാണ്. വളരെ സിമ്പിളായിട്ട് വായിച്ചു പോകുന്ന, യേശു കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കി എന്നുള്ള കാര്യം എല്ലാവരും കേട്ടിരിക്കും. എങ്കിലും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു ആത്മീയ സാരാംശം നിങ്ങൾ മനസ്സിലാക്കുക. യേശു തൻ്റെ ശിഷ്യന്മാരെയും മൊത്ത് യാത്രയാകണം ഒരു ബോട്ടിൽ. യേശുവാണ് തൻ്റെ ശിഷ്യന്മാരുമായിട്ട് പോകുന്നത്. യേശുവിൻ്റെ ശക്തിയെയും യേശുവിൻ്റെ സവിശേഷതയും ഒക്കെ നന്നായിട്ട് അവർക്ക് ഏറെക്കുറെയെങ്കിലും മനസ്സിലായിട്ടുണ്ടായിരിക്കണം ആ ഒരു സമയമായപ്പോഴത്തേക്കിനെങ്കിലും. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് വലിയ കൊടുങ്കാറ്റടിക്കുകയാണ്. കാറ്റിലും കോളിലും പെട്ട് അവരുടെ ബോട്ട് മുങ്ങുമെന്നാകുമ്പോൾ, ആ ബോട്ടിലൊക്കെ വെള്ളം നിറയുമ്പോൾ അവർ വന്ന് കരഞ്ഞ് നിലവിളിക്കുകയാണ്. അവർ വല്ലാതെ പരിഭ്രാന്തിപ്പെടുകയാണ്. ഒരാളുടെ മുമ്പിൽ വരുന്ന ഏറ്റവും വലിയ ഭയമാണ് മരണഭയം എന്നുള്ളത്, മരണഭീതി. മുമ്പിൽ മരണം കാണുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ വലിയ പരിഭ്രാന്തി ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് ശിഷ്യന്മാരും കണ്ടത്. വലിയ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് അവർ കടന്നു പോയത്. അപ്പോൾ ആ ഒരു ഭയം അവരുടെ മനസ്സിലുണ്ടായിരുന്ന വിശ്വാസമോ യേശുവിനെ കുറിച്ചുള്ള അറിവോ ഒക്കെ പൂർണ്ണമായിട്ടും അവരെ ബ്ലൈൻഡ് ആക്കി കളഞ്ഞു. അങ്ങനെ വലിയ പരിഭ്രാന്തരായിട്ട് അവർ യേശുവിനോട് പോയി ഒരു ചോദ്യം ചോദിക്കുകയാണ്. യേശുവെ രക്ഷിക്കണമേ എന്നൊന്നുമല്ല അവർ ചോദിക്കുന്നത്. ഈ ഒരു ചോദ്യത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കുന്നത് ഡോണ്ട് യു കെയർ ദാറ്റ് വി ആർ പെരിഷിങ് എന്നാണ്. ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ചിന്തയില്ലേ എന്നുള്ള ആ ഒരു ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, യേശു എങ്ങനെയായിരിക്കും അത് കേട്ടത് എന്നുള്ളത്. യേശുവിനോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യം, ഇതേ ചോദ്യം നമ്മളുമൊക്കെ പലപ്പോഴും നമ്മുടെയുമൊക്കെ ജീവിതത്തിൽ പല അവസ്ഥകൾ വരുമ്പോഴും നമ്മുടെ മനസ്സിലുമൊക്കെ വരുന്ന ചോദ്യം തന്നെയാണ്. എന്നാൽ ഇതിന് ശേഷം യേശു ചെയ്തത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തന്നെയായിരുന്നു യേശു ചെയ്തത്. നിനക്ക് ചിന്തയില്ല ഞങ്ങൾ നശിച്ചു പോകുന്നത് എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട്, എനിക്ക് ചിന്തയുണ്ട്, നിങ്ങൾ നശിച്ചു പോകാനല്ല ഞാൻ വന്നത്, നിങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ വന്നത് എന്നുള്ള ആ ഉത്തരം തന്നെയാണ് യേശു അവിടെ ചെയ്ത് കൊടുക്കുന്നത്. യേശു എണ്ണീച്ച് കാറ്റിനെയും കടലിനെയും ശാസിച്ച്, അവരെ കാറ്റിനെയും കടലിനെയും ഒക്കെ നിയന്ത്രിച്ച് ആ കടലിനെ പൂർണ്ണമായിട്ടും ശാന്തരാക്കി. ഈ ഒരു കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തരാക്കുന്ന ആ ഒരു അവസരം കണ്ട് ശിഷ്യന്മാർ വളരെയധികം ആശ്ചര്യപ്പെടുകയാണ്. ആരാണിവൻ കാറ്റിനെയും കടലിനെയും പോലും, കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുണ്ടല്ലോ എന്ന് കരുതി അവർ ആശ്ചര്യപ്പെടുമ്പോൾ യേശു അവരോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണ്. യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര കണ്ട് പരിഭ്രാന്തിപ്പെട്ടു? നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? Why are you so frightened? How is it that you don't have any faith? ഈ ഒരു ചോദ്യം അവരെ വെറുതെ ശാസിക്കുന്ന ഒരു ചോദ്യം പോലെ തോന്നുമെങ്കിലും ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നത് ഒരു വലിയ ആത്മീയ സാരാംശമാണ്, അല്ലെങ്കിൽ ഒരു വലിയ സത്യം തന്നെയാണ് ഇതിൽ ഒളിഞ്ഞു കിടക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് പരിഭ്രാന്തിപ്പെട്ടു? നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി എന്നതുകൊണ്ട് യേശു ഉദ്ദേശിച്ചത് ഈ വിശ്വാസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഭയം എന്നതാണ്. വിശ്വാസം ഉള്ളിടത്ത് ഭയം ഇല്ലാതെ ഇരിക്കുമല്ലോ. നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെട്ടു? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഭയപ്പെട്ടത് എന്നതാണ് യേശു ചോദിക്കുന്നത്. വിശ്വാസം ഉള്ളിടത്ത്, ദൈവത്തിൽ വിശ്വാസം ഉള്ളപ്പോൾ നമ്മൾക്കൊരിക്കലും ഭയം തോന്നുകയില്ല. പ്രശ്നം ഏതുമായിരിക്കട്ടെ, സിറ്റുവേഷൻ ഏതുമായിരിക്കട്ടെ, മരണം മുന്നിൽ കാണുന്ന അവസ്ഥകളിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ ഒരു യാഥാർത്ഥ്യത്തിൽ മുറുകെ പിടിക്കുമ്പോൾ ഒരു ഭയവും നമ്മൾക്ക് തോന്നാറില്ല. അപ്പോൾ ഈ ഒരു ചോദ്യം, യേശുവിൻ്റെ ഈ ഒരു ചോദ്യം നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ നിങ്ങളും പലപ്പോഴും വലിയ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നിങ്ങളും സ്വയം ഈ ഒരു ചോദ്യം നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. യേശു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഭയക്കുന്നു? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? നിങ്ങൾ എന്തുകൊണ്ട് ഭയക്കുന്നു? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾക്കറിയത്തില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ചിന്തയുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു മെസ്സേജിൽ കൂടി ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. വിവിധ പരീക്ഷണങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴൊക്കെ യേശുവിൻ്റെ ഈ ഒരു സ്വരം, ശിഷ്യന്മാരുടെ ആ ഒരു ചോദ്യം,
നിനക്ക് ചിന്തയില്ലേ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് എനിക്ക് ചിന്തയുണ്ട്. നിങ്ങളുടെ രക്ഷകനാണ് ഞാൻ, നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ഇരിക്കുന്നു. ശിഷ്യന്മാരുടെ മധ്യത്തിൽ യേശു ഉണ്ടായിരുന്നപ്പോഴും സാഹചര്യങ്ങളുടെ വലിപ്പത്തിൽ അവർ ദൃഷ്ടി വെച്ചപ്പോൾ യേശുവിൻ്റെ ശക്തിയിൽ നിന്ന് അവരുടെ ആ ഒരു ദൃഷ്ടിയൊക്കെ ചോർന്നു പോയി. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ സാഹചര്യം ഏതുമായിരിക്കട്ടെ, അത് മരണം മുന്നിൽ കാണുന്ന അവസരങ്ങളിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സത്യം, ആ ഒരു പരമാർത്ഥം എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിന്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഏത് പ്രശ്നമായിരിക്കട്ടെ, ഏത് അവസ്ഥകളായിരിക്കട്ടെ നിങ്ങൾ കടന്നു പോകുന്നത്, സെഫന്യാവ് 3:17 ഒരു വാക്യം ഞാൻ നിങ്ങളെ ഈ ഒരു മെസ്സേജിൽ കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. വളരെ നല്ലൊരു വാക്യമാണ്. ഈ ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെ ഇരിക്കുന്നു എന്നതാണ് ഈ ഒരു മലയാളം ട്രാൻസ്ലേഷൻ നമ്മൾ കാണുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ തൻ്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതെ ഇരിക്കുന്നു എന്നുള്ളതല്ല. നമ്മൾ ഇംഗ്ലീഷിൽ NKJV വേർഷനിൽ നല്ല ഒരു വചനമാണിത്. യാവേ ദ ഗോഡ് ഈസ് ഇൻ യുവർ മിഡ്സ്റ്റ്, ഹി ഈസ് മൈറ്റി ടു സേവ് യു, ഹി ഈസ് മൈറ്റി ടു സേവ് യു, ഹി വിൽ ടേക്ക് ഗ്രേറ്റ് ഡിലൈറ്റ് ഇൻ യു, ഹി വിൽ ക്വയറ്റ് യു വിത്ത് ഹിസ് ലവ്, ഹി വിൽ ക്വയറ്റ് യു വിത്ത് ഹിസ് ലവ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു എന്നതാണ്. തൻ്റെ സ്നേഹത്തിൽ, തൻ്റെ പ്രസൻസിൽ യഹോവ വീരനായിട്ട് നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന അതേ ആ ഒരു സാഹചര്യം തന്നെയാണ് ഈ സെഫന്യാവിൻ്റെ ഈ ഒരു വാക്യത്തിലും നമ്മൾ കാണുന്നത്. യഹോവ വീരനായിട്ട്, നിന്നെ രക്ഷിക്കാൻ കഴിയുന്നവനായിട്ട് നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ അവൻ ഇരിക്കുന്നു. അവനെ കാണാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. വലിയ കംഫർട്ടാണ്, വലിയ ആശ്വാസമാണ്, വലിയ എന്താ പറയുക, സന്തോഷമാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾക്കുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ് തിരിച്ചറിയുമ്പോൾ. കാറ്റും കോളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി വന്നെന്നിരിക്കും. തിരമാലകൾ പോലെ, ഒരു തിരമാല പോയിട്ട് അടുത്ത തിരമാല ഇത് പോയി തിരിച്ചു വരുന്നതിനെക്കാട്ടും മുമ്പേ അടുത്തത് വന്നെന്നിരിക്കും. ഇതുപോലെ തന്നെ പല പ്രശ്നങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസ് ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ ഒരു പ്രാണനെ തണുപ്പിക്കുന്ന ആ ഒരു അനുഭവം നമ്മൾക്കും ഉണ്ടാകുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ ജോലി നഷ്ടപ്പെടുമ്പോഴായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുന്നത്. അന്നേരപ്പോഴായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലുമൊക്കെ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോഴും ഒരു ആങ്കർ പോലെ ദൈവത്തിൻ്റെ ആ ഒരു പ്രസൻസിൽ, അവൻ്റെ ആശ്വാസങ്ങളിൽ നമ്മൾ കംഫർട്ട് കണ്ടെത്താൻ ശ്രമിക്കുക. നങ്കൂരം ഇടുന്നത് പോലെ തന്നെ, ഒരു ഷിപ്പ് നങ്കൂരം ഇടുന്നത് പോലെ തന്നെ ആ ഒരു ദൈവത്തിൽ നമ്മൾ ആശ്രയം വെക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ദൈവം മാറ്റുക തന്നെ ചെയ്യും. ഒരു കൊച്ചു കുഞ്ഞ് വലിയ അന്ധകാരം ഉള്ള ഒരു സമയത്തും തൻ്റെ അമ്മയുടെ അപ്പൻ്റെ മടിയിലിരിക്കുകയാണെങ്കിൽ അതിന് ഒരിക്കലും പേടി വരത്തില്ല. കാരണം സിറ്റുവേഷൻ മാറുന്നില്ല, അന്ധകാരം മാറുന്നില്ല. അന്ധകാരമുണ്ട് എങ്കിലും ഞാൻ എൻ്റെ അമ്മയുടെ അപ്പൻ്റെ അടുക്കലാണ് എന്നുള്ള ആ ഒരു സത്യം, ആ ഒരു യാഥാർത്ഥ്യം ആണ് അതിനെ പേടിയില്ലാതെ ഇരിക്കാൻ, അതിനെ അമ്മയിലും അപ്പനിലും വിശ്വസിക്കാൻ അതിന് മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെയും ഒക്കെ ജീവിതത്തിലും ഏത് അവസ്ഥകളിലാണെങ്കിലും, ഏത് അന്ധകാരത്തിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മടിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ അവനുണ്ട്, എൻ്റെ ഹൃദയത്തിൽ അവനുണ്ട്, എൻ്റെ ജീവിത സാഹചര്യത്തിൽ, എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിലും അവനുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കുമൊക്കെ വലിയ വിശ്വാസം വരുത്താൻ സാധിക്കുന്നതാണ്. വിവിധ പരീക്ഷണങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോഴും ഇത്തരം കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്താൽ, ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ എടുത്ത് ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ വലിയ വിശ്വാസവും വലിയ സന്തോഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. എവിടെയാണ് നമ്മൾ വിശ്വാസം മുറുകെ പിടിച്ചു എന്നുള്ള ആ ഒരു കാര്യം വരുന്നത്. വിശ്വാസം പോയി പോകുമ്പോഴാണ് ഏറ്റവും നമ്മൾക്ക് ആങ്സൈറ്റി വരുന്നത്. വലിയ ചിന്തകളും ഭാരങ്ങളും ഒക്കെ നമ്മളെ മതിക്കുമ്പോൾ വിശ്വാസമില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കി പൂർണ്ണമായിട്ടും വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നടത്തേണ്ടത് തന്നെയാണ്. ആശങ്കയും ഭയവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവമേ നിൻ്റെ ആ ഒരു സാന്നിധ്യം എന്നെ അറിയിച്ച് ഈ ഒരു ആശങ്കയും ആശങ്ക മാറ്റി പ്രത്യാശ എൻ്റെ ഉള്ളിൽ വരുത്തണമേ എന്ന് നമ്മൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പോൾ പലവിധമായ പരീക്ഷണങ്ങളിൽ കൂടി നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ, അന്ധകാരത്തിലിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് തൻ്റെ അമ്മയുടെ അപ്പൻ്റെയും ഒക്കെ മടിയിലിരിക്കുമ്പോൾ ഭയം ഇല്ലാതെയായി പോകുന്ന അതേ
കാര്യം നിങ്ങളുമൊക്കെ ചിന്തിക്കുക. നിങ്ങളുമൊക്കെ ഇരിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ മടിയിലാണ്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ എൻ്റെ കരങ്ങളിൽ എൻ്റെ കൈവെള്ളയിൽ ഞാൻ വരച്ചിരിക്കുന്നു എന്നുള്ള ആ വേഴ്സസ് ഒക്കെ നിങ്ങളെ ശക്തീകരിക്കട്ടെ. ദൈവം എങ്ങും പോയിട്ടില്ല. ദൈവം നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. നിന്റെ ദൈവമായ യഹോവ, വീരനായ യഹോവ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. ഹീസ് ഇൻ യുവർ മിഡ്സ്റ്റ്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ നിങ്ങളുടെ ഇടയിലിരിക്കുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക. പലവിധമായ കഠിന പരീക്ഷണങ്ങൾ വരട്ടെ, ഇത് അത്യധികം സന്തോഷമാക്കുന്ന അവസരങ്ങളാക്കി നിങ്ങൾ മാറ്റുക. കഷ്ടങ്ങളെ കൊണ്ട് സന്തോഷിക്കുക എന്നുള്ളതല്ല, കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇത് എനിക്ക് വിശ്വാസം നിലനിർത്താനുള്ള, വിശ്വാസത്തിൻ്റെ സ്ഥിരത ദൈവത്തിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ടെസ്റ്റായിട്ട് നിങ്ങൾ കണ്ട് അതിൽ സന്തോഷിക്കുക എന്നുള്ള സത്യം മനസ്സിലാക്കുക. കഷ്ടങ്ങൾ വരുമ്പോൾ കഷ്ടത്തിന് ഹല്ലേലൂയ ദയവ് ചെയ്ത് പറയാതിരിക്കുക. കഷ്ടങ്ങൾ പിന്നെയും ഒക്കെ ട്രെയിൻ പിടിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസത്തിൻ്റെ സ്ഥിരത കാണിക്കാൻ ദൈവം നിങ്ങൾക്ക് വിവേകവും വിശ്വാസവും തരട്ടെ. So come fall in love with Jesus and fall in love with the word of God.